ഇന്നലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അതായത് ഒരു പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കപ്പെടുന്നു. അതിന് വേണ്ടിയിട്ട് ആരാധകരിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 12 പേരെ ആയിരിക്കും ആ ഒരു അഡ്വൈസറി ബോർഡിൽ ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ എടുത്തിയാടി എന്താണെങ്കിലും ഒരു വിഷയം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ആക്ച്വലി വീഡിയോ ചെയ്യേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥിരം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ണിപ്പൊടിയിടൽ എന്നൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടി വരും. അപ്പം എന്തെങ്കിലും ആകട്ടെ എന്നുള്ള തരത്തിൽ പോയി. കാരണം അതായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും രാത്രി ഇട്ടിട്ടുള്ള വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജസും അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് പേര് മെൻഷൻ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്, ബ്രോ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ, സോ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള തരത്തിലൊക്കെ. സോ ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നില്ല. എനിക്ക് ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ ഭാഗമാകാൻ എന്താണെങ്കിലും താല്പര്യമില്ല എന്നുള്ളതാണ്. ഇത് എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നു എന്നുള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇപ്പം സ്പോർട്ടിൻ കാര്യങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ളൊരു വോയിസും ഈ ഒരു അഡ്വൈസറി ബോർഡിന് ഉണ്ടാകില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്ലെയറെ എടുക്കുന്ന കാര്യമോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും ഫാൻസിൻ്റെ ഒരു അഭിപ്രായത്തിനോടനുസരിച്ച് ഒരു മാനേജ്മെൻറ്റ് സൈഡ് ചെയ്യണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനൊരു അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഈ ഒരു അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഗവൺമെൻറ് തലത്തിലൊക്കെ ആണെങ്കിലും പ്ലാനിംഗ് ബോർഡ് അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡ് എന്നൊക്കെ പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുട്ബോളിലാണെങ്കിലും ഈ തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു എൻഡ് ഓഫ് ദി ഡേ ഒരു ഡിസിഷൻ വരുന്നത് ഉറപ്പായിട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നായിരിക്കും. അപ്പം ഇതിൽ ഒരു വോയിസും തന്നെ ഇല്ല എന്നുള്ള കാര്യം അവർ ആ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു എന്നുള്ളത് നമ്മളെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലാനിംഗ് ബോർഡും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗവൺമെൻറ് തലത്തേക്കുള്ള ഒരു അഡ്വൈസറി ബോർഡൊക്കെ ആണെങ്കിലും അവരായിരിക്കത്തില്ല ഒരു ഡിസിഷൻ മേക്കേഴ്സായിട്ട് വരുന്നത്. അവർ ഈ പറയുന്നത് പോലെ സജഷൻസ് അവരെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കുമല്ലോ നിയമിക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കും. അതനുസരിച്ച് ഇപ്പം ഗവൺമെൻറ് തലത്തിലാണെങ്കിൽ അവർക്ക് അതനുസരിച്ച് ഡിസിഷൻ എടുക്കാം. ഇതേ ഒരു കാര്യം തന്നെ ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം നോ വോയിസ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം എനിക്ക് ഇത് കണ്ട സമയത്ത് ഇപ്പം എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് നമ്മുടെ നിലവിലെ പ്രശ്നം? നമ്മുടെ ക്ലബിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു ചാമ്പ്യൻ ആകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു ടീമില്ല. നമുക്ക് ആ ടീം വേണമെന്നുള്ളൊരു ഡിമാൻഡാണ് നമ്മൾ ഫാൻസ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം അതിന് വേറെ തരത്തിലൂടെ ഡൈവേർട്ട് ചെയ്തിട്ട് ആ വീഡിയോയിൽ തന്നെ അവർ അതെടുത്ത് പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലുള്ള വോയിസ് പോലും ഇല്ല എന്നുള്ളത്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാൻ ഗ്രൂപ്പൊക്കെ ആണെങ്കിലും മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നൊക്കെ ഇടഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. സോ അതിനൊന്നും ഒരു വില കൽപ്പിക്കുന്നതായിട്ട് എനിക്ക് ഇതേവരെ ഫീൽ ചെയ്തിട്ടില്ല. സോ ആരാധകർ എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ഇമോഷൻ്റെ പുറത്താണ് ഇതിനെയൊക്കെ നിൽക്കുന്നത്. അപ്പം ആ ഒരു ഇമോഷന് കുറച്ചെങ്കിലുമൊക്കെ വില കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലാണ്ട് ഈ പറയുന്ന പോലെ വേറെ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് ക്ലബിന് ഏത് തരത്തിലൊരു ഗുണമാണ് ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമുക്കൊക്കെ അറിയേണ്ടത് ഈ അഡ്വൈസറി ബോർഡ് കൊണ്ട് പിന്നെ എന്താണ് ഒരു പ്രയോജനം എന്നുള്ളതാണ്. ഇപ്പം മെർച്ചൻഡൈസ് അല്ലെങ്കിൽ ഇപ്പം ജേഴ്സിയോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളിപ്പം അവർ സ്കാർഫ് ഇറക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും സജഷൻ കൊടുക്കുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഫാൻ എൻഗേജ്മെൻറ്റ് എങ്ങനെ കൂടുതൽ ആരാധകരെ അട്രാക്റ്റ് ചെയ്യിക്കാം, ഇനിയും ഇപ്പം സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ്മെൻറ്റ് കൂട്ടാം എന്നുള്ളത് ഇങ്ങനെ ആ ഒരു കാര്യത്തിനാണോ ഈ ഒരു അഡ്വൈസറി ബോർഡിനുണ്ടാകുക? അല്ലെങ്കിൽ അവരുടെ പുതിയ ബ്രാൻഡ്സ് അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം എന്നുള്ളതാണോ ചിന്തിക്കേണ്ടത്? അതോ പുതിയ ചിപ്സ് ഇറങ്ങുമ്പോഴത്തേക്കും അതിന് ഏത് തരത്തിലുള്ളൊരു ഫ്ലേവർ വേണമെന്നുള്ളതാണോ ഈ ഒരു അഡ്വൈസറി ബോർഡ് കൊണ്ട് ചിന്തിക്കേണ്ടത്? സോ എന്താണെങ്കിലും ഞാൻ പറയണം, ഇപ്പം എൻ്റെ ഒരു എനിക്കിപ്പം ഈ ഒരു ഇനിഷ്യലി ആ ഒരു വീഡിയോസ് കണ്ടു, ഇങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് എന്ത് റോളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അവർക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എന്താണ് അതുകൊണ്ട് ഇനി ഒരു നമ്മുടെ നിലവിലെ ക്ലബിൻ്റെ പ്രശ്നത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ചേഞ്ചാണോ അവരാഗ്രഹിക്കുന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ക്ലബിൽ ഒരുപാട് നിലവിൽ പ്രശ്നങ്ങൾ പറ്റി, കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് വരുത്താം. സോ അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുത്താൽ മതി, അല്ലാണ്ട് ഡിസിഷൻ മേക്കേഴ്സ് ഒന്നും ആക്കണ്ട. ഫാൻസിനൊന്നും അഭിപ്രായങ്ങൾ എല്ലാം സ്വീകരിക്കുന്ന തരത്തിലേക്കൊക്കെ പോകാം. ഇത്
ഐ ഡോണ്ട് നോ. നമ്മളിപ്പം എന്ത് നടക്കുമ്പോഴും അതിലെ ഇപ്പം നെഗറ്റീവായിട്ട് ഇപ്പം ഞാൻ ചിലപ്പം ചിന്തിക്കും, നമ്മളിപ്പോൾ ചില കാര്യങ്ങളിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായി പറഞ്ഞു പോകുന്നത് ഇവർ നിരന്തരം ഇങ്ങനെ മിസ്റ്റേക്സ് വരുത്തുന്നത് കൊണ്ടാണോ അതോ ശരിക്കും മിസ്റ്റേക്ക് ആണോ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമുക്ക് അത് തെളിയിച്ചു തരുന്നുണ്ട് അവർ മിസ്റ്റേക്സ് തന്നെയാണ് വരുത്തുന്നത് എന്നുള്ളത്. സോ ഇതങ്ങനെ ഒരു തരത്തിലായി മാറാതെ എന്തെങ്കിലും ഒരു എഫക്റ്റീവായിട്ട് ഒക്കെ വരട്ടെ. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം. സോ അത് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ അതിനകത്തിരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ അതും ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തന്നെ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇങ്ങനെ പലരും ചോദിച്ചൊരു സാഹചര്യത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെങ്കിലും ഒന്ന് പറഞ്ഞു പോകാം എന്ന് കരുതി. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കാൻ സൈനിങ് ഓഫ്.